നമസ്കാരം. ഞാൻ ഈ മലപ്പുറം ജില്ലയിൽ വന്നിട്ട് താമസിച്ചിരുന്നൊരു ഗ്രാമത്തിൽ അവിടെ ഒരു അമ്മയും മോളുണ്ട്. ഒരു പഴയൊരു വീട്, പിന്നെ കുറച്ച് തെങ്ങും കുറച്ച് അടക്കയൊക്കെ ഉണ്ട്. പട്ടിണി കിടക്കാണ്ട് കഴിഞ്ഞുകൂടാനുള്ള വകയുണ്ട്. ഈ അവർ രണ്ടാളും മാത്രമേ ഉള്ളൂ. ഈ അമ്മേൻ്റെ ഭർത്താവ് കുറേ മുന്നേ മരിച്ചതാണ്. പക്ഷേ ഈ രണ്ടാളെ കണ്ടാൽ അമ്മയും മോളെന്ന് പറയില്ല. മോൾക്കൊരു 35 വയസ്സൊക്കെ ഉണ്ട്, തള്ളക്കൊരു 50ൻ്റെ മുകളിലുണ്ട്. പക്ഷേ പറയൂല. ഈ മോൾക്കാണെങ്കിലാ കല്യാണം വരണൊക്കെ മാറിപ്പോവുക. എന്തോ ഒരു ജാതകത്തിൻ്റെ പ്രശ്നം ഉണ്ടായി. അതുകൊണ്ട് കാണാനൊക്കെ വരും, ആൾക്കാർ ഇഷ്ടം പോലെ വരും, കല്യാണം നടക്കില്ല. ഈ പെണ്ണാണെങ്കിൽ ഭയങ്കര വികാരമുള്ള പെണ്ണുമാണ്. ഇരുനിറം, നല്ല ഹൈറ്റും വെയിറ്റും. അമ്മ അങ്ങനെ തന്നെ. ഇതിന് ഭയങ്കര കാമാവേശം, അമ്മക്കും അതേപോലെ തന്നെ. അപ്പം മോള് ധൈര്യമില്ല, ആവശ്യമുണ്ട്. അങ്ങനെ ഈ അമ്മ എന്ത് ചെയ്ത്, അമ്മ ഒരു 10-40 വയസ്സുള്ള ഒരാളായിട്ട് ലൈനായി. ലൈൻ എന്ന് പറഞ്ഞാൽ പരിപാടി ബന്ധം. അങ്ങനെ മോൾക്കറിയാം അമ്മേൻ്റെ അടുത്ത് ഇയാൾ വന്ന് കളിച്ചു പോണത്. അമ്മക്ക് ആ ഗ്രാമത്തിലൊന്നും വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. രാത്രി 8-9 മണിയായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും വഴി നടക്കലൊന്നുമില്ല. ഇങ്ങനത്തെ പരിപാടി എടുക്കുന്നവർക്ക് എടുക്കാം, ആരും തടസ്സമൊന്നുമില്ല. ഇപ്പോഴല്ലേ മൊബൈലും ഈ കള്ള ഇതൊക്കെ പിടിക്കാൻ നടക്കലും ഒക്കെ, അവിഹിതം പിടിക്കലൊക്കെ ഇപ്പം തുടങ്ങിയതാണ്. പണ്ട് അങ്ങനെയൊന്നുമില്ല. ആരെങ്കിലും ആയി അവരായി അവരുടെ പാടായി. അങ്ങനെ എല്ലാ ദിവസവും ഇയാളും ഈ തള്ളനെ അഫ്സലായിട്ട് കളിച്ചു കൊടുക്കും. അങ്ങനെ ഇവർക്ക് ഒരു ദിവസം വയ്യാണ്ടായി. വയ്യാണ്ടെന്ന് പറഞ്ഞാൽ ഒരു പനി എന്തോ വന്നതാണ്. മോളിതൊന്നും കാണലുണ്ട്, ഈ വരണതും പോകണതൊക്കെ. അപ്പം അമ്മക്കൊരു കുറ്റബോധം. ഞാൻ ഇതൊക്കെ സുഖം അറിഞ്ഞ ആളാണല്ലോ, എൻ്റെ മോൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. അതിൽ ഈ വരണ ആളോട് എന്നെ പറഞ്ഞ് ട്യൂൺ ചെയ്ത്, മോളുടെ അടുത്ത് പോയിക്കോ, അവളൊന്നും പറയില്ല, അവൾ ചോര നീരുള്ളൊരു പെൺകുട്ടിയല്ലേ, നീ എങ്ങനെയെങ്കിലും ശ്രമിച്ച അതിനെ എങ്ങനെയെങ്കിലും ഒന്ന്, അതിനും കളി കിട്ടണമെന്നുള്ളൊരാഗ്രഹത്തിലാണ്. ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും എങ്ങനെയെങ്കിലും അവൾക്കൊന്ന് ചെയ്തു കൊടുക്കാനായിട്ട് ഈ മനുഷ്യനോട് പറയാം. അപ്പോൾ ഇയാൾ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊണ്ടുവരും, ഈ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ ആ വീട്ടിലെ കുറേ കാര്യങ്ങളൊക്കെ അയാളെ നോക്കണം. അങ്ങനെ ഒരു ദിവസം വെള്ളം കുടിക്കാൻ വേണ്ടി ചോദിച്ച് വെള്ളം കൊണ്ടുവന്നപ്പോൾ കയ്യുമ്മേ കയറി പിടിച്ച്. അപ്പോൾ പെണ്ണ് എപ്പോൾ പിടിച്ചെന്ന് ചോദിച്ചാൽ മതി, ആ കടന്നു കൊടുക്കാൻ നിൽക്കുക. കാരണം അത്ര കാമമാണ്. ചില പെണ്ണുങ്ങൾക്ക് കാമം കൂടുതൽ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഈ മോളെ അയാൾ അന്ന് ആ മോളുടെ മുറിയിൽ നിന്ന് ബന്ധപ്പെട്ടു. അതിന് ശേഷം ഈ തള്ളേൻ്റെ പനി ഒക്കെ മാറി. പിന്നെ ഇടയ്ക്ക് മോളെ, കൂടുതലും ദിവസം മോളെ, ഇടയ്ക്ക് അമ്മന അങ്ങോട്ട് എത്തി. കാരണം എന്താ, മോൾക്കല്ലേ ഇത് കൂടുതൽ ആവശ്യം. കാരണം ഇപ്പം വർഷങ്ങളായി, ഇപ്പോൾ ഒരു 10 കൊല്ലം കൂടി കടന്നുപോയി. ആ പെണ്ണിന് 10 വയസ്സ് കൂടി. ഒരു മനുഷ്യനും വന്ന് കെട്ടിയിട്ടുമില്ല, ഒന്നുമില്ല. അപ്പം ഇയാളുള്ളതുകൊണ്ടും ഇയാൾ കളിച്ചു കൊടുക്കണോണ്ടും ആ പെണ്ണിൻ്റെ കാര്യം കാണുന്നു. ഈ അമ്മക്കൊരു ആശ്വാസം, ഇടയ്ക്ക് അവർക്ക് അടിച്ചു കൊടുക്കും. ഇതൊക്കെ തന്നെയാണ് ലോകം. അല്ലാണ്ട് ഈ ലോകത്ത് ആരും പുണ്യാളന്മാരൊന്നുമില്ല, ഞാൻ കണ്ടിട്ടില്ല. കണ്ണ് തെറ്റിയാൽ സക്കം കിട്ടിയാൽ കളിക്കാത്തവരാരുമില്ല. ഇപ്പോൾ വലിയ സദാചാരം പറഞ്ഞ ഒരു മനുഷ്യനായാലും അവന് സേഫായിട്ട് ഒരു മനുഷ്യനും അറിയില്ല. ഒരു അതിസുന്ദരിയായിട്ടുള്ള പെണ്ണ് ഒരു രാത്രി കിട്ടി, ആ പെണ്ണിന് പൂർണ്ണ സമ്മതമാണെങ്കിലേ കളിക്കാണ്ടിരിക്കില്ല. പിന്നെ കളിക്കാണ്ടിരിക്കണവന്മാരുണ്ട്, പേടി. അതിന് അണ്ടിയില്ല എന്ന് പറയും, ധൈര്യമില്ല എന്ന് പറയും. അയാളുടെ സ്വഭാവം നന്നായിട്ടല്ല, അത് ഭയം, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഒരു 10-20 ദിവസമായിട്ട് എൻ്റെ മൈൻഡ് ആബ്സെൻ്റാണ്.
ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. അടുത്തതൊക്കെ ഒന്ന് ബെറ്ററായി വരും ഞാൻ. കാരണം എൻ്റെ മറ്റേ ചാനലിലെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ. അപ്പോൾ നാളെ ഇതേ സമയത്ത് അടുത്ത വീഡിയോ ഞാൻ ചെയ്യാം. ഒന്ന് ബെറ്ററായി വരട്ടെ. എൻ്റെ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് തട്ടിക്കുട്ടി എടുക്കണം. ഈ മെയ് 1-ാം തീയതി തുടങ്ങിയതാണ് എനിക്ക്. എൻ്റെ മൈൻഡ് ഡിസ്റ്റർബ്ഡാണ്. അതാണ് വലിയൊരു ഉഷാറില്ലാത്തത്. അപ്പോൾ നമസ്കാരം. അടുത്ത വീഡിയോ കാണാം നാളെ ഇതേ നേരം.